മിസ് നെസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി പഴം അടയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ പഴം അട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു വലിയ ഏത്തപ്പഴം ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തതാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ശർക്കരയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നിർണ്ണയിക്കാവുന്നതാണ്. പിന്നെ എടുക്കുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിനാക്കി എടുക്കുക, നമുക്കറിയാലോ. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കില്ലേ, അതുപോലെ ബോളാക്കിയിട്ട് പൂരിയെക്കാട്ടിലും കുറച്ചും കൂടി ചെറിയൊരു റൗണ്ടിൽ അതൊന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ചപ്പാത്തിപ്പലക ഉപയോഗിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. പൂരി ഉണ്ടാക്കുന്ന അത്രയും വലിപ്പം വേണ്ട, അതിലും കുറച്ചും കൂടി ചെറിയ വലിപ്പത്തിൽ മതിയാവും. എക്സാക്റ്റ് റൗണ്ട് വേണമെന്നൊന്നുമില്ല, ഒരു റൗണ്ട് ഏകദേശം ഒരു റൗണ്ടിലാക്കി എടുക്കുക. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കാണിച്ച പഴം നുറുക്കിയത്, പിന്നെ തേങ്ങ ചിരവിയത്, ശർക്കര, ഇത് മൂന്നും ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ മിക്സ്ചറാണ് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ വെറുതെ സ്പൂണും കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. കൈ കൊണ്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു രൂപത്തിലാവും. ഇനി നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഇതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട, ഒരു ചെറിയ സ്പൂൺ മതിയാവും ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അത് നേരെ മടക്കി അതിന് സൈഡ് വശം ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാൻ അത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ കാണുന്ന ഒരു രൂപത്തിലാണ് അത് കിട്ടുക. ഓക്കെ, അപ്പം ഞാനിവിടെ അത്യാവശ്യത്തിനുള്ളതെല്ലാം ആ ഒരു ഷേപ്പിലേക്ക് ആക്കി ഫില്ല് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഫില്ല് ചെയ്തത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കാണ് മാറ്റുന്നത്. എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. ഞാൻ കാണിച്ച അത്ര ഗോതമ്പിൻ്റെ അളവ് വെച്ച് ഒരു 10-15 അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഇതെല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കുകയാണ്. അധികം സമയമൊന്നും വേണ്ടാത്ത ഒരു പലഹാരമാണ്. ഒരു 15 മിനിറ്റ് മാക്സിമം നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ മതിയാവും. ഓക്കെ, അപ്പോൾ 2 വിസിൽ അടിച്ചു. നമ്മുടെ പഴം അട റെഡി ആയിട്ടുണ്ട്. ഇതിനുള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല മധുരമുള്ളൊരു പലഹാരമായിരിക്കും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. Okay, bye.